ഹായ്, ഗുഡ് ഈവനിങ്. കേൾക്കുന്നില്ലേ? നമുക്ക് തുടങ്ങാം കേട്ടോ. കേൾക്കാനുണ്ടോ? യെസ് മാം, കേൾക്കാം. കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഹൈപ്പോത്തസിസ്. ഒരു ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ഈസ് നോട്ട് സ്റ്റേറ്റഡ് ആസ് എ ക്വസ്റ്റ്യൻ ബട്ട് ഇറ്റ് ഈസ് ഇൻ എ ഡിക്ലറേറ്റീവ് ഫോം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ എഴുതില്ല. അതെന്തായിരിക്കും? ഒരു ഡിക്ലറേറ്റീവ് ഫോമിലാണ്. നമ്മൾ പറഞ്ഞു എന്താണ് ഹൈപ്പോത്തസിസ്? ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് എഴുതുമ്പോൾ നമ്മളൊരു സാധാ ഒരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്തെന്ന് കൊടുത്തിട്ടാണ് എഴുതുന്നത്? ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ മീഡിയ ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. അതല്ലെങ്കിൽ ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ സോഷ്യൽ മീഡിയ സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. ഒരു ഡിക്ലറേഷൻ്റെ അല്ലേ, ഒരു ഡിക്ലറേറ്റീവ് ഫോമിലാണ് എപ്പോഴും നമ്മൾ ഹൈപ്പോത്തസിസ് എഴുതേണ്ടത്. ആൻഡ് it states a relationship that is expected between the given variables. നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ. രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഒന്ന് സോഷ്യൽ മീഡിയ ആണ്, ഒന്ന് സ്ലീപ്പ് ക്വാളിറ്റി ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും റിലേഷൻഷിപ്പ് ഈ ഒരു ഹൈപ്പോത്തസിസിൽ ഉണ്ടായിരിക്കണം. പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞു അല്ലേ, ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ. എന്തെങ്കിലും ഒരു റിലേഷൻ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സെക്കൻഡ്. ഏതെങ്കിലും ഒരു ഡിഫറൻസോ അല്ലെങ്കിൽ ഒരു റിലേഷനോ രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലും ഉണ്ടായിരിക്കും. അതും നമ്മൾ ഹൈപ്പോത്തസിസിൽ കാണിക്കണം. ആൻഡ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ദ തിയറി ഓർ ലിറ്ററേച്ചർ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദ ഹൈപ്പോത്തസിസ് ഈസ് ഫോർമുലേറ്റഡ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദാറ്റ് ഹൈപ്പോത്തസിസ്. നമ്മൾ എന്ത് തിയറിയാണോ അല്ലെങ്കിൽ എന്ത് ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഈ ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നത്, അത് ആ ഹൈപ്പോത്തസിസിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൈപ്പോത്തസിസിൽ ഉണ്ടായിരിക്കും. നമ്മളൊരു വേരിയബിളിൻ്റെ രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻ കാണിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയും അതിൻ്റെ യൂസേജും പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റിയും, ഈ ഒരു സാധനമാണ് നമുക്ക് അവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളത് നമ്മുടെ ഹൈപ്പോത്തസിസിൽ ഉണ്ടായിരിക്കണം. നാലാമത്തെ, ദ ഹൈപ്പോത്തസിസ് നീഡ്സ് ടു ബി ക്ലിയർ ടു ദ പോയിന്റ് ആസ് വെൽ ആസ് ബ്രീഫ്. ക്ലിയർ ആയിരിക്കണം, വാരി വലിച്ച് നീട്ടി വലിച്ചൊന്നും എഴുതണ്ട. ക്ലിയർ ആയിരിക്കണം, പിന്നെ ബ്രീഫ് ആയിരിക്കണം. ഇറ്റ് നീഡ്സ് ടു ബി പോസിബിൾ ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ്. ടെസ്റ്റ് ചെയ്യാൻ പാകത്തിലായിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. റിലേഷൻ ഉണ്ടോ, റിലേഷൻ ഇല്ലേ, രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ഒരു റിലേഷൻ നമുക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ളൊരു വേരിയബിൾസ് ആയിരിക്കും, അതിൻ്റെ ഹൈപ്പോത്തസിസ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഗുഡ് ഹൈപ്പോത്തസിസ് ആവാൻ വേണ്ടത്. ആദ്യം എന്താണ്? is not stated as a question but in a declarative form. ഒരു ഡിക്ലറേറ്റീവ് ഫോമിൽ എഴുതണം, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതരുത്. രണ്ടാമത്തത്, വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻ കാണിച്ചിരിക്കണം. നോ റിലേഷൻ ആണോ അല്ലെങ്കിൽ ദർ ഈസ് റിലേഷൻ ആണോ, ഇത് രണ്ടും നമ്മൾ ഗിവൺ വേരിയബിൾസ്, നമുക്ക് കിട്ടിയ വേരിയബിൾസിൻ്റെ ഇടയിൽ നമ്മൾ കാണിച്ചിരിക്കും. ഒരു തിയറി അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചറിൽ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഹൈപ്പോത്തസിസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യണം. പിന്നെ അടുത്ത് എന്താണ്? ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം. ഇറ്റ് നീഡ് ടു ബി പോസിബിൾ ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിലായിരിക്കണം. ഓക്കെ ആണോ? ഇതാണ് ഒരു ഹൈപ്പോത്തസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്തത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. വളരെ അടുത്ത പോയിൻ്റാണ്, അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ദ ടേം സിഗ്നിഫിക്കൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് implies probably true that indicates that results are free from chance factor at the specified level of significance. ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബബ്ലി ട്രൂ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളൊരു വാല്യൂ കിട്ടും, നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മൾ ഈ ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ വെച്ചിട്ടായിരിക്കും എഴുതുക. അപ്പോൾ രണ്ട് ടേബിൾ ഉണ്ടായിരിക്കും. ഒരു ടേബിൾ ഉണ്ടായിരിക്കും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ, അതായത് 0.05ൻ്റെയും അതേപോലെ തന്നെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കേൾക്കാൻ? ഇല്ലല്ലോ, എനിക്ക് എന്തോ ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ കാണിച്ചു. അതാ. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടേബിൾ ഉണ്ടായിരിക്കും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ 0.05 ലെവലും 0.01 ലെവലും. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വാല്യൂസ് ലാസ്റ്റ് കൊണ്ടുപോയി എഴുതുക. അപ്പം അതിൽ
This level of significance could be 0.05 level or 0.01 level. Whether the null hypothesis is accepted or rejected will depend on whether the statistical value obtained after data analysis is more or less than the table value. The table for various statistical techniques are provided at the end of any book on statistics, specified at 0.05 or 0.01 level of significance. നമുക്കൊരു ടേബിൾ ഉണ്ടായിരിക്കും, ഒരു സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ. അതിലൊരു ലെവൽ ഉണ്ടായിരിക്കും, 0.05 ലെവൽ അല്ലെങ്കിൽ 0.01 ലെവൽ. നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു ലെവൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ കൂടുതലും 0.05 ലെവലായിരിക്കും സെറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.05 ലെവൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ 95% ഏക്കറും ബാക്കി 0.05% നമുക്ക് വേണമെങ്കിൽ എന്ത് വരുത്താം, മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ കൂടുതലും 0.05 ലെവൽ വയ്ക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ 0.01 ലെവലാണ് വെച്ചെങ്കിൽ നമുക്ക് 99% നമ്മുടെ വാല്യൂ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ 0.05 ലെവൽ ടേബിളിലെ വാല്യൂസ് വെച്ചിട്ടായിരിക്കും എഴുതുക. നിങ്ങൾക്കത് ഇനിയും കൂടുതൽ കണക്കുകളൊക്കെ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ. എന്താണ് നൾ ഹൈപ്പോത്തസിസ്? റിജക്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. അപ്പം നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ വാല്യൂ നോക്കും. ആ വാല്യൂ ഈ ടേബിളിൽ പോയി നോക്കും. എല്ലാത്തിനും ഒരു ടേബിൾ ഉണ്ടായിരിക്കും, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉണ്ടായിരിക്കും. ആ വാല്യൂവിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ, നമുക്ക് കിട്ടിയ വാല്യൂ അല്ലെങ്കിൽ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കും. If the obtained value is higher than the table value, then the null hypothesis is rejected. നമുക്ക് കിട്ടിയ വാല്യൂ നോക്കും. ഇപ്പം എനിക്ക് കിട്ടിയ വാല്യൂ വിചാരിക്കുക ഒരു 0.24 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് കിട്ടിയ വാല്യൂ 0.24 ടേബിൾ വാല്യൂവിൽ വിചാരിക്കുക ഒരു 0.12 വിചാരിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയണതാണ്. എനിക്ക് കിട്ടിയ വാല്യൂ 0.24 ടേബിളിൽ കിടക്കുന്നത് 0.12 വിചാരിക്കുക. അപ്പം എനിക്ക് കിട്ടിയ വാല്യൂ എന്താണ്? ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണ് വെച്ചെങ്കിൽ ഞാൻ കൊടുത്ത നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇഫ് ദ ഒബ്റ്റൈൻഡ് വാല്യൂ ഈസ് ഹയർ ദാൻ ദ ടേബിൾ വാല്യൂ ദെൻ ദ നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ്. എനിക്ക് കിട്ടിയ വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇഫ് ദ ഒബ്റ്റൈൻഡ് വാല്യൂ ഈസ് ലെസർ ദാൻ ദ ടേബിൾ വാല്യൂ ദെൻ ദ നൾ ഹൈപ്പോത്തസിസ് ഈസ് അക്സെപ്റ്റഡ്. കിട്ടിയ വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യുന്നതും റിജക്റ്റ് ചെയ്യുന്നതും. ഇതിലെ സിഗ്നിഫിക്കൻസ് ലെവൽ എന്താണെന്ന് മനസ്സിലായോ? ടേബിളിൽ 2 ലെവൽ ഉണ്ടായിരിക്കും. 0.05 ലെവൽ ഉണ്ടായിരിക്കും, 0.01 ലെവൽ ഉണ്ടായിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആൻസർ എഴുതുക. എന്നിട്ട് ഈ ടേബിൾ വാല്യൂവിൽ പോയി നോക്കും. ഞാൻ ഏറ്റവും ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ളത് 0.05 ലെവൽ ടേബിൾ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ വാല്യൂ ആ സെക്ഷനിൽ പോയിട്ട് ക്രോസ് ചെയ്യും, കമ്പയർ ചെയ്യും. കൂടുതലാണെങ്കിൽ ഞാൻ കൊടുത്ത നൾ ഹൈപ്പോത്തസിസ് എനിക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ മീഡിയ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. അപ്പം ഞാനവിടെ നോ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് നൾ ഹൈപ്പോത്തസിസ്, അതിനെ റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി എനിക്ക് കിട്ടിയ വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് എങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഈ സംഭവം കിട്ടിയോ? ഓക്കെ, ഞാൻ ഇപ്പോൾ അടുത്തതിലോട്ട് ആണ് വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് ടെസ്റ്റ്. One-tailed and two-tailed test. Further, any hypothesis can also be one-tailed or two-tailed. It is termed as one-tailed when certain direction is given to the hypothesis or the hypothesis is directional. ഇവിടെ one-tailed എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ഈസ് ഡയറക്ഷണൽ എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊരു ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് ഓഫ് ടു ടൈൽഡ് ഹൈപ്പോത്തസിസ് ദ ഹൈപ്പോത്തസിസ് ഈസ് നോൺ ഡയറക്ഷണൽ. ഇവിടെ ഡയറക്ഷൻസ് ഒന്നുമില്ല, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും കൊടുത്തിട്ടില്ല. അതാണ് ടു ടൈൽഡ് ഹൈപ്പോത്തസിസ്. ഓക്കെ ആണോ? വൺ ടൈൽഡും ടു ടൈൽഡും വളരെ സിമ്പിളായിട്ട് ഇപ്പം മനസ്സിലാക്കി വയ്ക്കുക. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേമിൽ ഇത്രയും എഴുതി വെച്ചാൽ മതി. വൺ ടൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഒരു ഡയറക്ഷൻ, സർട്ടൺ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അത് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആണ്. ടു ടൈൽഡ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഡയറക്ഷണൽ ആണ്. കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആവാം, രണ്ട് ഡയറക്ഷനിലേക്കും വേണമെങ്കിൽ പോകാം.
അതാണ് ടു ടൈൽഡ് ഹൈപ്പോത്തസിസ്. ഓക്കെ ആണോ അത്? ഓക്കെ അല്ലേ? ഇതൊക്കെ ഒരേ ഓക്കെയാണ് മിസ്. നമ്മൾ ഓക്കെയാണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ പഠിക്കുന്ന ഓരോ ടേംസുകളാണ്. അടുത്തത് എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ നമുക്ക് എങ്ങനെ എറർ വരും? അപ്പോൾ നമ്മൾ പറഞ്ഞു നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടി വരും, അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഇത് ചില ടൈമിൽ നമുക്ക് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതിനെ വളരെ സിമ്പിളായിട്ട്, ഈ ഒരു ടേബിളിനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ പറയാം. ശരിയായതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ നൾ ഹൈപ്പോത്തസിസ്, കണ്ടോ ഇതാണ് ശരിയായത്, കണ്ടോ ശരിയായതിനെ റിജക്റ്റ് ചെയ്താൽ ടൈപ്പ് 1 എറർ, ശരിയായതിനെ റിജക്റ്റ് ചെയ്താൽ ടൈപ്പ് 1 എറർ, തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്താൽ ടൈപ്പ് 2 എറർ. ഈ ഒരു മലയാളത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ശരിയായതിനെ റിജക്റ്റ് ചെയ്താൽ ടൈപ്പ് 1 എറർ, തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്താൽ ടൈപ്പ് 2 എറർ. ഈ ടേബിളാണ് ഈ പറഞ്ഞത്. കണ്ടോ ഈ ഒരു ടേബിൾ കണ്ടോ, നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ്. അത് കണ്ടോ ട്രൂ ആണ്. ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസ്, ശരിയായിട്ടുള്ള നൾ ഹൈപ്പോത്തസിസ് അതിനെ റിജക്റ്റ് ചെയ്തപ്പോൾ എന്തായി? ടൈപ്പ് 1 എററായി. അപ്പോൾ ഇവിടെ തെറ്റായി. നൾ ഹൈപ്പോത്തസിസ് ഈസ് ഫോൾസ്. തെറ്റാണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്തപ്പോൾ എന്താണ്? ഡിസിഷൻ കറക്റ്റാണ്. ഇനി അടുത്തത് നൾ ഹൈപ്പോത്തസിസ് ഈസ് അക്സെപ്റ്റഡ്, ഡിസിഷൻ ഈസ് കറക്റ്റ്. ട്രൂ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസിഷൻ കറക്റ്റ്. ഫോൾസ് ആണ് ചെക്കിൽ അക്സെപ്റ്റ് ചെയ്താൽ എന്തായി? ടൈപ്പ് 2 എറർ. മനസ്സിലായോ? ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ടും ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എഴുതിയിട്ട് വരച്ചു വെക്കണം. വളരെ സിമ്പിളായിട്ട് പഠിക്കുക. എന്തെന്നാ പറഞ്ഞത്? ശരിയായതിനെ റിജക്റ്റ് ചെയ്താൽ ടൈപ്പ് 1 എറർ, തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്താൽ ടൈപ്പ് 2 എറർ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ അടുത്തത്, അപ്പോൾ അതാണ് ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. സോറി. റിസർച്ചർ വിൽ ബി മേക്കിംഗ് എ കറക്റ്റ് ഡിസിഷൻ വെൻ എ ഫോൾസ് നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ്, വെൻ എ നൾ ഹൈപ്പോത്തസിസ് ദാറ്റ് ഈസ് ട്രൂ ഈസ് അക്സെപ്റ്റഡ്. കേട്ടോ, കറക്റ്റ് ഡിസിഷൻ വരുന്നത് എപ്പോഴാണ്? തെറ്റായതിനെ റിജക്റ്റ് ചെയ്യുമ്പോഴും ശരിയായതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും. ഇനി ഹൗവർ ഇറ്റ് മേ സോ ഹാപ്പൻ ദാറ്റ് എ നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ് ഈവൻ വെൻ ഇറ്റ് ഈസ് ട്രൂ ആൻഡ് ദിസ് ഈസ് ടേംഡ് ആസ് ടൈപ്പ് 1 എറർ. ഇപ്പോൾ പറഞ്ഞ കാര്യം, ശരിയായതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 1 എറർ സംഭവിക്കുന്നു. ഓൺ ദ അതർ ഹാൻഡ് വെൻ എ ഫോൾസ് നൾ ഹൈപ്പോത്തസിസ് ഈസ് അക്സെപ്റ്റഡ് വെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് ടൈപ്പ് 2 എറർ. ഇനി നേരെ തിരിച്ച്, തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 2 എറർ സംഭവിക്കുന്നു. കറക്റ്റ് ഡിസിഷൻ. എ റിസർച്ചർ വിൽ ബി മേക്കിംഗ് എ കറക്റ്റ് ഡിസിഷൻ വെൻ എ ഫോൾസ് നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ് വെൻ എ നൾ ഹൈപ്പോത്തസിസ് ദാറ്റ് ഈസ് ട്രൂ ഈസ് അക്സെപ്റ്റഡ്. ശരിയായതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും തെറ്റായതിനെ റിജക്റ്റ് ചെയ്യുമ്പോഴും എന്തായി? കറക്റ്റ് ഡിസിഷനാണ് എടുക്കുന്നത്. ടൈപ്പ് 1 എറർ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. In this regard, a decision is taken by the researcher to reject a null hypothesis that is actually true. ശരിയായതിന് ആക്ച്വലി ട്രൂ ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസിനെ റിസർച്ചർ റിജക്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഡിസിഷനായി പോവാണ്? ടൈപ്പ് 1 എററായി പോവാണ്. The probability with regard to whether type 1 error is committed is related with the level of significance, the alpha level. ഇവിടെ നമ്മൾ എന്താണ്? ആൽഫ ലെവൽ വെച്ച്, സിഗ്നിഫിക്കൻസ് ലെവൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റിജക്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? സിഗ്നിഫിക്കൻസ് ലെവലിനേക്കാളും കൂടുതൽ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. എനിക്ക് കിട്ടിയ വാല്യൂ സിഗ്നിഫിക്കൻസ് ലെവലിനേക്കാൾ കൂടുതൽ വരുമ്പോഴാണ് എന്ത് വേണ്ടത്? ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആക്ച്വലി ട്രൂ ആയതിനെ നമ്മൾ ശരിക്കും അക്സെപ്റ്റ് ചെയ്യായിരുന്നു വേണ്ടത്. ഇവിടുത്തെ എന്തായി? തെറ്റായിട്ട് അതിനെ റിജക്റ്റ് ചെയ്തു. അതിനെ ആൽഫ ലെവൽ എന്ന് പറയും. The chances of a true null hypothesis is getting rejected is high when the alpha level is high. To put this in other words, if the level of significance that we use to reject the null hypothesis is high, more the likelihood that a type 1 error is being committed. ഇവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? അതിനെ റിജക്റ്റ് ചെയ്തു. ആൽഫ ലെവല് കൂടുതലായിരുന്നു, പക്ഷെ അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ടൈപ്പ് 1 എററായി. ഇനി ടൈപ്പ് 2 എറർ. ഇൻ ദിസ് റിഗാർഡ് എ ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ ദ റിസർച്ചർ ടു അക്സെപ്റ്റ് എ നൾ ഹൈപ്പോത്തസിസ് ദാറ്റ് ഈസ് ആക്ച്വലി ഫോൾസ്. തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്തു. അതാണ് എന്ത്? ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് ബീറ്റ ലെവൽ എന്നാണ് പറയുക.
and this error is committed when on the basis of test of significance level null hypothesis is accepted when it is false. നമുക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അതിനെ തെറ്റായിട്ടാണ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ടൈപ്പ് 2 എററായി. ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ ആ ടേബിൾ ഒന്നും കൂടി നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ടേബിൾ ആദ്യം വരയ്ക്കുക. ടേബിൾ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോവരുത്. ടൈപ്പ് 1 എറർ എവിടെ വരുന്നത്? ശരിയായതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 1 എറർ വന്നു, തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 2 എറർ വന്നു. ഇത് ഇങ്ങനെ രണ്ട് ക്രോസ് ആയിട്ട്. ബാക്കി രണ്ടോർത്ത് എന്താണ്? ഡിസിഷൻ ഈസ് കറക്റ്റ്, അത് എഴുതുക. എന്നിട്ട് മൊത്തത്തിൽ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തെന്ന് എഴുതി? റിസർച്ചർ വിൽ ബി മേക്കിംഗ് കറക്റ്റ് ഡിസിഷൻ. എപ്പോഴാണോ കറക്റ്റ് ഡിസിഷൻ എടുക്കുന്നത് അത് ശരിയായതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും തെറ്റായതിനെ റിജക്റ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഒരു ഹോൾ ഡിസിഷൻ. പിന്നെ ടൈപ്പ് 1 എറർ ഇതാണ്, ടൈപ്പ് 2 എറർ ഇതാണെന്ന് പറഞ്ഞിട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ഡിസിഷൻ ഒന്നും കൂടെ എടുത്ത് എഴുതി, ടൈപ്പ് 1 എറർ ഒന്നും കൂടെ എടുത്ത് എഴുതി. അതിന് ആൽഫ ലെവലിനാണ് ആ സിഗ്നിഫിക്കൻസ് ലെവലിനെ പറയുന്നത്. ടൈപ്പ് 2 എറർ ഒന്നും കൂടി എടുത്ത് എഴുതി, ബീറ്റ ലെവൽ എന്നാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ലെവലിനെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പവർ ഓഫ് എ ടെസ്റ്റ്. Power of a test can be explained as a measure of how sensitive the experiment or research is in detecting the real effect that the independent variable has on the dependent variable. അതായത് നമ്മുടെ ടെസ്റ്റിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മൾ ശരിയായതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും തെറ്റായതിനെ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ പവർ എന്ന് പറയുന്നത്. Thus, it mainly involves rejecting the null hypothesis, as when null hypothesis is rejected, it can be said that the independent variable is having an effect on the dependent variable. ഇവിടെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാണ്. ആസ് വെൻ നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് ഹാവിങ് എൻ ഇഫക്റ്റ് ഓൺ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മേലൊരു ഇഫക്റ്റ് ഉണ്ടായിരിക്കും. പറഞ്ഞുതരാം. നമ്മുടെ എക്സാമ്പിളിലേക്ക് പിന്നെയും പോവാം. സോഷ്യൽ മീഡിയ യൂസേജ്, പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി. ഇതാണല്ലോ നമ്മുടെ രണ്ട് വേരിയബിൾ. ഇതിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. പിന്നെ സ്ലീപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? മറ്റൊരു വേരിയബിളിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇങ്ങനെ കൂട്ടുന്തോറും സ്ലീപ്പ് ക്വാളിറ്റിക്ക് ഇവിടെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറക്കം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഉറക്കം കൂടുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. സോഷ്യൽ മീഡിയ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നമ്മുടെ റിസർച്ചിൽ നിൽക്കുന്നത്? അല്ല, അത് ഒരു സ്വതന്ത്രമായിട്ടുള്ള വേരിയബിളാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം കാണുകയാണ്, എൻ്റെ സ്ലീപ്പ് ക്വാളിറ്റി, ഞാൻ രാത്രി മുഴുവൻ ഇങ്ങനെ കിടന്ന് ഇൻസ്റ്റാഗ്രാം കാണുകയാണ്, എൻ്റെ സ്ലീപ്പ് ക്വാളിറ്റി കുറയുന്നു. അപ്പോൾ ഇവിടെ സ്ലീപ്പ് ക്വാളിറ്റി എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസേജ്. ഓക്കെയാണ് ഈ രണ്ട് സാധനം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മേലെ എന്തുണ്ട്? ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. Thus the power of a test can also be described in terms of probability related to rejection of null hypothesis when it is false. ഓക്കെ, തെറ്റാവുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുക, അപ്പോഴാണ് അവിടെ പവർ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഡിസിഷൻ കറക്റ്റ് ആകുന്ന ഒരു ടൈം. തെറ്റാണ് ഹൈപ്പോത്തസിസ്, നെൽ ഹൈപ്പോത്തസിസ് തെറ്റാണ്, അതിന് നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. അവിടെയാണ് ആ ടെസ്റ്റിൻ്റെ പവർ. പവർ ഓഫ് ടെസ്റ്റ് ക്യാൻ ഓൾസോ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് probability related to rejection of null hypothesis that when it is false. Thus എങ്ങനെ എഴുതും നമ്മൾ അതിനെ? പവർ ഈക്വൽ ടു പവർ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ എന്താണ്? തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ടൈപ്പ് 2 എറർ. അതില്ലാണ്ടായി. തെറ്റായതിനെ നമ്മൾ അവിടെ റിജക്റ്റ് ചെയ്തപ്പോഴാണ് ഒരു ടെസ്റ്റ്, പവർ ഓഫ് എ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനെ കുറയ്ക്കുക. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. മനസ്സിലാവുന്നുണ്ടോ? പവർ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. തെറ്റാവുന്നില്ല, തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്തില്ല, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ, അതാണ് പവർ.
പുട്ടിങ് ദിസ് ഡിഫറെൻ്റ്ലി 1 മൈനസ് ബീറ്റ 1 മൈനസ് ബീറ്റ ലെവലാണ് അല്ലേ, നമുക്ക് അറിയാം ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് ബീറ്റ ലെവലാണ്. ഓർ ബീറ്റ ഈക്വൽ ടു 1 മൈനസ് പവർ ഓഫ് എ ടെസ്റ്റ് ക്യാൻ ഓൾസോ ബി ഡിസ്ക്രൈബ്ഡ് ആസ് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് ദാറ്റ് ഈസ് ആക്ച്വലി ഫാൾസ്. കണ്ടോ, ആക്ച്വലി തെറ്റായ ഒരു സാധനത്തിനെ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് ആ ടെസ്റ്റിൻ്റെ പവർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ശരിയായൊരു ഡിസിഷനാണ് എടുക്കുന്നത്, അവിടെയാണ് ആ ടെസ്റ്റിൻ്റെ പവർ. തെറ്റായതിനെ റിജക്റ്റ് ചെയ്യുന്നു, തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 2 എറർ. അപ്പോൾ ആ ടൈപ്പ് 2 എറർ വരുന്നില്ല, 1 മൈനസ് ടൈപ്പ് 2 എറർ, അതായത് 1 മൈനസ് ബീറ്റ ലെവൽ ഓർ ബീറ്റ ഈക്വൽ ടു 1 മൈനസ്, അത് നിങ്ങൾ തിരിച്ചിട്ടതാണ് നമുക്കറിയില്ലേ, ബീറ്റ ഈക്വൽ ടു 1 മൈനസ് പവർ. ഓക്കെ, പവർ ഈക്വൽ ടു പി ആണ് റിജക്ഷൻ ഓഫ് നൾ ഹൈപ്പോത്തസിസ്, that is equal to 1 minus beta, where p stands for probability. The values for probability range from 0.00 to 1.00. അതൊന്നും എഴുതണമെന്നില്ല, ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് എഴുതാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുവരെയ്ക്ക് എഴുതിയാൽ മതി. ഇത്രയും നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എഴുതാം. ഓക്കെ, കിട്ടിയോ? പവർ ഓഫ് എ ടെസ്റ്റ് എന്താണെന്ന് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല വെച്ചെങ്കിൽ ഞാനൊന്നും കൂടെ പറയാം. എല്ലാവർക്കും ഓക്കെ ആണോ പവർ ഓഫ് എ ടെസ്റ്റ്? ഓക്കെ, ഇപ്പോൾ ഒന്നല്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടി. ഇത് 108 ആണെടാ, 108 സ്റ്റാറ്റി, നമ്മുടെ സെക്കൻഡ് ഇയറിലെ സ്റ്റാറ്റി. ഇതാണ് നമ്മുടെ പവർ ഓഫ് എ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗങ്ങളാണ് ഇന്നലെ തൊട്ടെടുത്തത്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഹൈപ്പോത്തസിസ് എന്താണ്? ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു തിയറീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ ഹൈപ്പോത്തസിസ് വെച്ച് വാലിഡേറ്റ് ചെയ്യുകയാണ്. പിന്നെ ടൈപ്സ് പറഞ്ഞത് ഏതൊക്കെയാണ്? നൾ ഹൈപ്പോത്തസിസും പിന്നെ അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, റിജക്റ്റ് ചെയ്യാനായിട്ട് മാത്രം, നോ ഡിഫറൻസ് എന്നാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ എച്ച് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് റിസർച്ച് ഹൈപ്പോത്തസിസ് എന്നാണ് വിളിക്കുക. ഫോർമുലേറ്റഡ് ബൈ എ റിസർച്ചർ ബേസ്ഡ് ഓൺ എ തിയറി. എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? HA അല്ലെങ്കിൽ H1, രണ്ട് രീതിയിൽ നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ ഡിഫറൻസുകൾ പറഞ്ഞു. ഡിഫറൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവരുത് കേട്ടോ. ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇനീക്വാളിറ്റി ആണ്, നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇക്വാലിറ്റി ആണ്. ഓൾട്ടർനേറ്റീവ് സാമ്പിളിന് വേണ്ടിയിട്ടുള്ളതാണ്, നൾ ഹൈപ്പോത്തസിസ് പോപ്പുലേഷനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് ഈസ് ടെസ്റ്റഡ് ടു ബി ഡയറക്ട്ലി, ഓൾട്ടർനേറ്റീവ് ഈസ് ടു ബി ടെസ്റ്റഡ് ഇൻഡയറക്ട്ലി. നൾ ഹൈപ്പോത്തസിസ് ഇൻഡയറക്റ്റ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഡയറക്ട്ലി. പിന്നെന്താണ് നാലാമത്തെ ഡിഫറൻസ് പറഞ്ഞത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് റോമൻ സിംബൽസ് ആണ്, നൾ ഹൈപ്പോത്തസിസ് ഗ്രീക്ക് സിംബൽസ് ആണ്. ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എക്സ്പ്ലിസിറ്റ് ആണ്, നൾ ഹൈപ്പോത്തസിസ് ഇംപ്ലൈഡ് ഹൈപ്പോത്തസിസ് ആണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇന്ന് തൊട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ എടുത്തത്. ബാക്കി ഇന്നലെ വരെ എടുത്ത കാര്യങ്ങളായിരുന്നു, ഇന്നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എടുത്തത്. 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഗുഡ് ഹൈപ്പോത്തസിസിന് വേണ്ടത്. ആദ്യത്തെ എന്തായിരുന്നു? ഒരു ഡിക്ലറേറ്റീവ് ഫോമിലായിരിക്കണം, സ്റ്റേറ്റ്മെൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ആക്കിയിട്ട് എഴുതരുത്. പിന്നെ നമ്മുടെ വേരിയബിൾസിൻ്റെ ഇടയിലൊരു റിലേഷൻ പറഞ്ഞിരിക്കണം. പിന്നെ തിയറിയും ലിറ്ററേച്ചറൊക്കെ നോക്കാൻ പറ്റണം, ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം. അങ്ങനെ ഒരു 5 പോയിൻ്റാണ്. എന്താ ചോദിച്ചത്? കേട്ടില്ലല്ലോ. അല്ല സോറി, മെസ്സേജ് ആയിരുന്നു, ഞാൻ കണ്ടില്ല. എന്താ ചോദിച്ചത്? കേട്ടോ, ഞാൻ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൻ്റെ ഇന്നില്ല കേട്ടോ. ഫസ്റ്റ് ഇയർ നാളെ ഉണ്ടായിരിക്കും കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇത് സെക്കൻഡ് ഇയറിൻ്റെ ആണ് കേട്ടോ. സെക്കൻഡ് ഇയർ 108 ആണ്. ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറഞ്ഞു. 2 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്, 0.05 0.01 ലെവലും. പിന്നെ അതെന്താണ്?
ആ ഒരു ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ടേബിളാണത്. അതിൽ ആ ടേബിളിൽ ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടിയ വാല്യൂ ഈ ടേബിൾ ലെവലുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും. കിട്ടിയ വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും, കുറവാണെച്ചെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. വൺ ടൈൽഡും ടു ടൈൽഡും പറഞ്ഞു. വൺ ടൈൽഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഹൈപ്പോത്തസിസിന് പറഞ്ഞിരിക്കും. പോസിറ്റീവ് ആണോ, ഡയറക്ഷൻ ആണോ, നെഗറ്റീവ് ഡയറക്ഷൻ ആണോ എന്നൊക്കെ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്നും പറയുന്നുണ്ട്. ഇനി ടു ടൈൽഡ് ആണെങ്കിൽ എന്താണ്, നോൺ ഡയറക്ഷണൽ ആണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇല്ല, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൃത്യമായിട്ടും പറയുന്നില്ല. അതുകൊണ്ടാണ് ടു ടൈൽഡ് എന്ന് പറയുന്നത്. പിന്നെ എറേഴ്സ് പറഞ്ഞു. ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, കറക്റ്റ് ഡിസിഷൻ പറഞ്ഞു. പിന്നെ പവർ ഓഫ് എ ടെസ്റ്റ് പറഞ്ഞു. അതായത് ടൈപ്പ് 2 എറർ ഇല്ലാണ്ടാക്കുക, തെറ്റായതിനെ റിജക്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഒരു പവർ ഓഫ് എ ടെസ്റ്റ് നടക്കുന്നത്. അതിനെ പവർ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞു. പവർ ഈക്വൽ ടു 1 മൈനസ് ബീറ്റ ലെവൽ, അല്ലെങ്കിൽ ബീറ്റ ഈക്വൽ ടു 1 മൈനസ് പവർ എന്നൊക്കെ എഴുതി വയ്ക്കാം. ഇനി അടുത്തത് ഇത്രയും ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ആണ്. 4 സ്റ്റെപ്സ് ആണ് നമുക്ക് വരുന്നത്. സ്റ്റെപ്പ് 1, നൾ ഹൈപ്പോത്തസിസ് ഓർ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആർ സ്പെസിഫൈഡ്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഹൈപ്പോത്തസിസ് സ്പെസിഫൈ ചെയ്യാണ്. ആദ്യമേ തന്നെ ഉറപ്പിച്ച് വെക്കുകയാണ്, ഇന്നതാണ് ഞാൻ എഴുതാൻ പോകുന്ന ഹൈപ്പോത്തസിസ്. ഇൻ ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ, നൾ ഹൈപ്പോത്തസിസ് ഓർ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആർ സ്പെസിഫൈഡ്. ദിസ് വിൽ മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് ആൻഡ് നേച്ചർ ഓഫ് ദ സ്റ്റഡി ആസ് വെൽ ആസ് ദ എക്സിസ്റ്റിംഗ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇതൊക്കെ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ? എന്ത് ടോപ്പിക്കാണ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹൈപ്പോത്തസിസ് വെക്കുന്നത്. പിന്നെ നേച്ചർ ഓഫ് ദ സ്റ്റഡി, നമ്മുടെ സ്റ്റഡീനെ ബേസ് ചെയ്യും. എന്ത് സ്റ്റഡിയാണ് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക. ആൻഡ് ആസ് വെൽ ആസ് ദ എക്സിസ്റ്റിംഗ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തും. ഏതൊരു സ്റ്റഡിക്ക് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നു പറഞ്ഞാൽ, അതായത് മീഡിയാസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു, ഗൂഗിൾ ചെക്ക് ചെയ്യുന്നു, പല മാഗസിൻസ് നോക്കുന്നു, മുന്നേ വന്നിട്ടുള്ള ഏതെങ്കിലും റിസർച്ചുകൾ നോക്കുന്നു. അതിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഹൈപ്പോത്തസിസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദ നൾ ഹൈപ്പോത്തസിസ് ഓർ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആർ സ്പെസിഫൈഡ്. ഇനി സ്റ്റെപ്പ് 2 എന്താണ്? എ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് സെലക്റ്റഡ്. നേരത്തെ പറഞ്ഞു 0.05 ലെവലുണ്ട്, 0.01 ലെവലുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഒന്നെങ്കിൽ 0.05 പിന്നെ 0.01, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഇൻ ദ സ്റ്റെപ്പ് 2, the level of significance is selected. As we have mentioned under the type 1 error, the level of significance or alpha level is to be stated before you start with the research process. കണ്ടോ, ആദ്യമേ തന്നെ നമ്മൾ ആ ലെവൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എപ്പോഴും 0.05 എടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. കാരണം 95% ആക്യുറസി നമ്മുടെ വാല്യൂവിൽ ഉണ്ടായാൽ മതി. ബാക്കി 0.05 വേണമെങ്കിൽ എറർ ഉണ്ടായാലും പ്രശ്നമില്ല. അത് നമുക്ക് അപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, 0.05 ലെവൽ വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അത് ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ദസ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് വി വിൽ സ്റ്റേറ്റ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫോർ അവർ റിസൾട്ട്. രണ്ടാമത്തേൽ നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. അടുത്തത് എന്താണ്? Based on the parameter specified in the null hypothesis, a suitable statistic is calculated. A sample is taken by the researcher and the data is collected. Statistic that is thus obtained from the sample representative is then in order to make an estimation about the population parameter. നമ്മളൊരു പോപ്പുലേഷൻ പാരാമീറ്റർ ഉണ്ട്. പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ അല്ലേ? അപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ പോപ്പുലേഷൻ. നമ്മൾ എന്ത് ചെയ്യാണ്? അതിൽ നിന്നൊരു സാമ്പിൾ എടുത്തു, 1000 പേരെ ഞാൻ എടുത്തു, എന്നിട്ട് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. The statistic that is thus obtained from the sample representative is then used in order to make an estimation about the population parameter. അതൊക്കെ വെച്ചിട്ട് ഞാനൊരു എസ്റ്റിമേഷനിലെത്താണ്. കൃത്യമായിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നു. മീൻ കാണണമെങ്കിൽ മീൻ കാണുന്നു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ കാണുന്നു, അനോവ ചെയ്യുന്നു, കൈ സ്കോർ ചെയ്യുന്നു, ഏതാണോ വാട്ട് എവർ എൻ്റെ സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട് ഞാൻ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് ഒരു എസ്റ്റിമേഷനിലെത്തുന്നു. സ്റ്റെപ്പ് 4 എന്താണ്? ഡിസിഷൻ ഈസ് മെയ്ഡ് വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ് ഇൻ ദിസ് റിഗാർഡ് ബേസ്ഡ് ഓൺ ദ പി വാല്യൂ ഓർ പ്രോബബിലിറ്റി ലെവൽ സെലക്റ്റഡ് അണ്ടർ സ്റ്റെപ്പ് 2. കണ്ടോ,
എന്ത് ചെയ്യാണ്, സ്റ്റെപ്പ് 2 നമ്മളൊരു ലെവൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സിഗ്നിഫിക്കൻസ് ലെവൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലെവൽ. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷനിലെത്തുന്നു. ദ ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ ദ റിസർച്ചർ വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് എത്തുന്നു. അപ്പോൾ ആ കാൽക്കുലേഷനിൽ നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വാല്യൂവിനെ വെച്ച് കമ്പയർ ചെയ്യും. ലെവൽ എടുത്തു, സിഗ്നിഫിക്കൻസ് ടേബിൾ എടുത്തു, എന്നിട്ട് നോക്കുകയാണ് എനിക്ക് കിട്ടിയ വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണോ, എന്ത് ചെയ്യണം, നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണം. കുറവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം മിക്കതും കൂടുതലായിട്ടാവും നിൽക്കുക, കാരണം നമ്മൾ നൾ ഹൈപ്പോത്തസിസ് വെക്കുമ്പോൾ എപ്പോഴും റിജക്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ എപ്പോഴും സിഗ്നിഫിക്കൻസ് ലെവലിനേക്കാൾ കൂടുതലായിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മുടെ വാല്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളത് നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പാഠത്തിൽ. ചാപ്റ്റർ ഈസ് ഓവർ, കഴിഞ്ഞു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ചാപ്റ്റർ ഓക്കെ ആണോ നിങ്ങൾക്ക്? ചാപ്റ്റർ ഓക്കെയാണ് മാം. ചാപ്റ്റർ ഓക്കെയാണ്, ഞാൻ ഇന്ന് ഇത് നോക്കിയുള്ളൂ. അതെ അല്ലേ, ക്ലാസ്സും കൂടെ വന്നത്. ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ റെക്കോർഡിങ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലെ എനിക്ക് കേറാൻ പറ്റിയിരുന്നില്ല. കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലെ ഗ്രൂപ്പിൽ ഇല്ലാത്തവര് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പിന്റെ. അപ്പൊ അതുവഴി ജോയിൻ ചെയ്താലും മതി. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി അറിയാലോ, 50-ലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതിൽ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നമുക്ക് തിയറി മാത്രമേ വരാനുള്ളൂ, പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 വേർഡ്സാണ് എഴുതാനായിട്ടുള്ളത്. 300 വേർഡ്സ് എഴുതുമ്പോൾ ഒരു 5 to 6 പേജസ് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും സ്റ്റാറ്റിയുടെ ഇൻട്രഡക്ഷൻ നമുക്ക് കൊടുക്കാം. എന്താണ് സ്റ്റാറ്റി എന്നുള്ളത് വളരെ വൃത്തിക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റണം. ഒരു 3 പോയിന്റ് സ്റ്റാറ്റിയുടെ ഇൻട്രഡക്ഷനിൽ തന്നിട്ടുണ്ട്. ആ ഒരു 3 പോയിന്റ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതിക്കോളൂ. ഓക്കെ, explain the concept and meaning of inferential statistics, describe hypothesis testing and inferential static. രണ്ടും വന്നിട്ടുണ്ട് കണ്ടോ. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയുടെ കോൺസെപ്റ്റ് ആൻഡ് മീനിങ്ങും എഴുതാനുണ്ട്, പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒരുപാടുണ്ട് അല്ലേ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എഴുതാൻ. അപ്പം മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്ക് ഒരു 3 മാർക്കും ബാക്കി ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് ചിലപ്പോൾ 7 മാർക്കും അങ്ങനെയായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം, ആദ്യം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയുടെ കോൺസെപ്റ്റും മീനിങ്ങും എഴുതണം കേട്ടോ. അപ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി എഴുതണം വെച്ചെങ്കിൽ ആദ്യം എന്ത് വേണം, സ്റ്റാറ്റിയുടെ ഇൻട്രഡക്ഷൻ കൊടുക്കണം. കാരണം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി എന്ന് പറയുന്നത് സ്റ്റാറ്റിയുടെ 2 കാറ്റഗറൈസിൽ വരുന്നതാണ്, ഒന്ന് ഡിസ്ക്രിപ്റ്റീവും ഒന്ന് ഇൻഫറൻഷ്യലും. ആ പോയിന്റ് എഴുതാണ്ട് നമുക്ക് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി എന്താണെന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആദ്യം സ്റ്റാറ്റി എന്താണെന്ന് എഴുതി. സ്റ്റാറ്റി എന്ന് പറയുന്നത് മാത്സിൻ്റെ സബ് ഫീൽഡാണ്, ബ്രാഞ്ചാണ്. അതിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, നമ്പേഴ്സിൻ്റെ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇനി ഒരു സ്റ്റാറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പോളിസി പ്ലാനിങ്, മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, മെഡിസിൻ എന്നതിലൊക്കെയാണ്. ആൻഡ് ദോ ഇറ്റ്സ് മേജർ ആപ്ലിക്കേഷൻ ഈസ് ഇൻ റിസർച്ച്. ഇനി അത് കഴിഞ്ഞു സ്റ്റാറ്റി 2 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ. ഇത്ര എഴുതിയിട്ട് വേണം നമുക്ക് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയുടെ കോൺസെപ്റ്റും മീനിങ്ങും എഴുതാൻ. എന്നിട്ട് ഇതൊക്കെ എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷം എന്തും വേണം, ഈ ഒരു ഫ്ലോ ചാർട്ടും വരച്ചു വെക്കണം. ഈ ഒരു ഫ്ലോ ചാർട്ടും നിർബന്ധമായിട്ടും ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ, അതിൽ തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും വരുന്നുണ്ട്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്താണ്, ഇൻഫറൻഷ്യൽ പ്രൊസീജിയേഴ്സിൽ വരുന്നതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഒന്ന് എസ്റ്റിമേഷനും ഒന്ന് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ എസ്റ്റിമേഷൻ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതുക. എസ്റ്റിമേഷൻ എങ്ങനെ ചെറുതായിട്ട് എഴുതാം, എസ്റ്റിമേറ്റിംഗ് പ്രോബബിലിറ്റി. ഇവിടെ ആദ്യം ഈ ഒരു സെൻറ്റൻസ് എഴുതണം കണ്ടോ. ഏതാ, there are 2 types of procedures under inferential static, namely estimation and hypothesis testing. ഇതിൽ എസ്റ്റിമേഷൻ ചെറുതായിട്ടൊന്ന് എഴുതുക. എസ്റ്റിമേറ്റിംഗ് എ പ്രോബബിലിറ്റി ഓഫ് എ ഫിനോമിന ഈസ് റെഫർഡ് ടു ആസ് എസ്റ്റിമേഷൻ. ഇത്രയും എഴുതുക. എന്നിട്ട് there are 2 types of estimation, point estimation and interval estimation. Point estimation എന്താണ്, point estimation, this is a type of estimation in which the value is in a single point. For example 46.8. ഇത്ര എഴുതിയാൽ മതി പോയിന്റ് എസ്റ്റിമേഷൻ. കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. അതേപോലെ എഴുതുക. ഇൻ്റർവെൽ എസ്റ്റിമേഷൻ എന്താണ്, ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് ഈസ് എൻ ഇൻ്റർവെൽ ഓഫ് 2 numbers within which the population parameter could lie.
ഫോർ എക്സാമ്പിൾ 45 to 47 എഴുതുക. ഇത്ര എഴുതിയാൽ മതി. നമുക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്? നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ടോപ്പിക്, അപ്പോൾ ഹൈപ്പോത്തസിസ് ഉണ്ടെങ്കിൽ അവിടെ എസ്റ്റിമേഷൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം അതിന് ചെറുതായിട്ടൊന്ന് വിവരിക്കാം. എന്താണ് എസ്റ്റിമേഷൻ അറിയാൻ വേണ്ടി മാത്രം ഒന്ന് എഴുതുക. എന്നിട്ട് അവിടെ തൊട്ട് അങ്ങോട്ട് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നല്ല വൃത്തിക്ക് അങ്ങോട്ട് വിശദീകരിച്ച് എഴുതുക. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒരുപാട് എഴുതാനുണ്ട്. ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് എഴുതണം, നള്ളും ഓൾട്ടർനേറ്റീവും എഴുതണം, ഡിഫറൻസ് എഴുതണം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഹൈപ്പോത്തസിസ് എഴുതണം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, വൺ ടൈൽഡ്, ടു ടൈൽഡ്, എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഇത്രയും നിങ്ങൾ എഴുതിക്കോ. എറേഴ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആൻഡ് പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ എഴുതിയേ പറ്റൂ. പാഠത്തിൻ്റെ പകുതിയും കിടക്കുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലാണ്. ഓക്കെ ആണോ? ഇല്ലാണ്ട് മാർക്ക് വീഴത്തില്ല. എത്ര പഠിച്ചെഴുതിയാലും വിഘ്നമാണ്, വളരെ പിടിച്ചിട്ടേ മാർക്ക് എടുത്തുള്ളൂ. അപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സ്റ്റാറ്റി. കാരണം 30 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, മാത്സ് ചെയ്തിട്ട് കിട്ടും. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കാണ്. വളരെ സിമ്പിളാണ്. കാൽക്കുലേഷൻസ് പഠിച്ച് തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. 10 മാർക്ക് ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പം 3 മാർക്ക് നമുക്ക് മാത്സിൽ ഷുവറായിട്ട് പിടിക്കാം. ആൻഡ് ഒരു തിയറിയും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എബവ് 40 നല്ല വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റാണ് സ്റ്റാറ്റി. നന്നായിട്ട് പഠിച്ചെഴുതാം. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ് ഇത്രയും വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ്. എസ്റ്റിമേഷൻ ആൻഡ് എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. എന്താണ് 150 വേർഡ്സ് എഴുതിയാൽ മതി. ഒരു 2-3 പേജസിൽ നമുക്ക് എഴുതിയിട്ട് നിർത്താം. എസ്റ്റിമേഷൻ ഏതൊക്കെ എഴുതാം? ഇൻഫറൻഷ്യൽ പ്രൊസീജിയേഴ്സിലാണ് എസ്റ്റിമേഷൻ വരുന്നത്. അപ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി എന്താണെന്ന് ഇൻട്രഡക്ഷൻ കൊടുക്കണം. എന്നിട്ട് വേണം ഇൻഫറൻഷ്യൽ പ്രൊസീജിയേഴ്സ് എഴുതാൻ. എന്നിട്ട് അതിൽ എസ്റ്റിമേഷൻ ഉണ്ട്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉണ്ട്. എസ്റ്റിമേഷൻ മാത്രം വിവരിച്ചെഴുതാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് നോട്ട് എഴുതേണ്ടത്. ഇനി എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ എന്താണ്? നമുക്കറിയാം, ടേബിൾ വരയ്ക്കേണ്ട സംഭവമാണ്. ടൈപ്പ് 1ഉം ടൈപ്പ് 2 എററും വരയ്ക്കേണ്ട സംഭവമാണ്. പക്ഷെ അതിന് മുന്നേ എന്ത് എഴുതണം? ഹൈപ്പോത്തസിസ് എന്താണെന്ന് എഴുതണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇതാ എവിടെ തൊട്ട് നമ്മൾ തുടങ്ങണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് തൊട്ട് തുടങ്ങണം. ഓക്കെ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്താണെന്ന് എഴുതി, നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും എന്താണെന്ന് എഴുതിയിട്ട് പിന്നെ എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എഴുതുക. ടേബിൾ വരയ്ക്കുക നിർബന്ധമാണ്. കറക്റ്റ് ഡിസിഷൻ, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 പവർ ഓഫ് എ ടെസ്റ്റ് മസ്റ്റാണ്. കാരണം ടൈപ്പ് എററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ത്? പവർ ഓഫ് എ ടെസ്റ്റ്. അപ്പോൾ അതും എഴുതി വയ്ക്കുക. ഇങ്ങനെയാണ് ആ ഒരു ഷോർട്ട് നോട്ട് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി ആൻഡ് ഡിസ്ക്രൈബ് ദി ഇൻഫറൻഷ്യൽ പ്രൊസീജിയേഴ്സ്. നേരത്തെ പറഞ്ഞത് നമുക്ക് അപ്പോഴും സ്റ്റാറ്റി എന്താണെന്ന് എഴുതണം. എന്നിട്ട് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി എഴുതുക. അതിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കും എഴുതുക. എന്നിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എസ്റ്റിമേഷനും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും. അപ്പോൾ അത്ര എഴുതുമ്പോൾ പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണ്ട. കാരണം നമ്മുടെ മെയിൻ ടോപ്പിക് എന്താണ്? ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി, അതിൻ്റെ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നമുക്ക് വേണമെങ്കിൽ ചുരുക്കിയിട്ട് എഴുതാം. ഹൈപ്പോത്തസിസ് എഴുതാം. ഓൾട്ടർനേറ്റീവും നൾ ഹൈപ്പോത്തസിസും അത് നമ്മൾ ഏത് ഹൈപ്പോത്തസിസ് വന്നാലും എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അത് ചെയ്യാതിരിക്കരുത്. നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് നമ്മൾ എഴുതാനായിട്ട് മറക്കരുത്. അത്ര എഴുതിയാൽ മതി. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയേഴ്സ് അണ്ടർ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി. ഒന്നുമില്ല, ഇത് തന്നെ എസ്റ്റിമേഷനും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി എന്താണ്? കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഫുള്ള് എഴുതി വെക്കണം. ഫ്ലോ ചാർട്ട് എഴുതി വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതായത് ഈ കാണുന്നതാണ് എന്ത്? പ്രൊസീജിയർ ഫോർ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഈ 4 എണ്ണം എഴുതി കഴിഞ്ഞാൽ മാർക്ക് തരും അവർ? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇഗ്നോക്കാർ മാർക്ക് തരുന്ന? ഒരിക്കലും ഇല്ല. അപ്പോൾ എന്ത് വേണം? കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി എഴുതി. ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എവിടെ നിന്ന് തൊട്ടാണ് തുടങ്ങുന്നത്? ഇൻഫറൻഷ്യൽ പ്രൊസീജിയർ തൊട്ടാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള എല്ലാ ടോപ്പിക്കും കുറേശ്ശെ എഴുതണം.
എന്നിട്ട് പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് വലിയൊരു ഹെഡിങ് അങ്ങോട്ട് കൊടുത്തിട്ട് എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. എന്നാലും അവർക്ക് മാർക്ക് ഇടാൻ മടിയാവും. അപ്പോൾ പരമാവധി എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിട്ട് ആൻസർ എഴുതാനായിട്ട് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്നതാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് എഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ആൻസർ എഴുതാനായിട്ട് നോക്കുക. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് എക്സാം ആണ് അറ്റൻഡ് ചെയ്യുന്നത് വെച്ചെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക ആൻഡ് ദെൻ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓരോ ടോപ്പിക്കിനും ഇപ്പോൾ ടൈറ്റിലുകൾ ഉണ്ടാവില്ലേ, അതിനെ അണ്ടർലൈൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈറ്റിലിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ അണ്ടർലൈൻ ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതൊക്കെയാണ് മാർക്ക് വീഴ്ത്താനുള്ള വഴികളുള്ളൂ. കൺക്ലൂഷൻ എഴുതുക, ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതിയിട്ട് ജസ്റ്റ് ഒരു അടിവര ഇട്ടിട്ട് കൺക്ലൂഷൻ എഴുതാം. അങ്ങനെയൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാം. കുറച്ചും കൂടി അവരെ ഒന്ന് ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒന്നും മാർക്ക് നമുക്ക് കിട്ടുമെന്ന് ഭയങ്കര വാല്യൂഷൻ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഫ്രീ സെഷൻ കൊടുക്കുന്നത്. ആൻഡ് നാളെ തൊട്ട് പെയ്ഡിലായിരിക്കും ഉണ്ടായിരിക്കുക. എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കോഴ്സിൻ്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ can call me. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ വാട്സപ്പ് നമ്പറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുവഴിയും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ചാപ്റ്ററിൽ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റാണോ എക്സാം ആണോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ അല്ലേ? വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി അടുത്തൊരു ഫ്രീ സെഷൻ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക്